പെട്ടെന്ന് വാച്ച് അവർ കൂട്ടി മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ ഈ തെറ്റായ ധാരണകൾ മാറ്റി ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആകുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്നത് സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സുമാണ്. പക്ഷേ ഈ വാച്ചവേഴ്സിനെ കുറിച്ച് ഒരുപാട് സീക്രട്ടുകളുമുണ്ട്. അതുപോലെ പുതിയതായി വരുന്ന യൂട്യൂബേഴ്സിന് ഈ വാച്ചവേഴ്സിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പുതിയ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് എങ്ങനെ നിങ്ങൾക്ക് വാച്ചവേഴ്സ് കൂട്ടാം, ഏതൊക്കെ വാച്ചവറാണ് കൗണ്ട് ചെയ്യുന്നത്, ഏതൊക്കെ വാച്ചവർ കൗണ്ട് ചെയ്യത്തില്ല, അതുപോലെ ഏതൊക്കെ വാച്ചവർ ഇൻവാലിഡായി പോകാറുണ്ട്. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവർ പെട്ടെന്ന് കൂട്ടി നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വാച്ച് അവർ വെച്ചാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ചവേഴ്സുമാണ്. അതുപോലെ ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ 3000 വാച്ചവേഴ്സുമാണ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വാച്ചവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിൻ്റെയും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ലൈവിൻ്റെയും വാച്ചവർ മാത്രമേ നിങ്ങളുടെ മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിന്റെ വാച്ച് അവർ യൂട്യൂബ് മോണിറ്റൈസേഷന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇനി അടുത്തത്, നിങ്ങളൊരു 500 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്കൊരു 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കരുതുക. ഇവിടെ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വീഡിയോസ് ഉണ്ടോ, റീയൂസ്ഡ് കണ്ടന്റ് കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അൺലിസ്റ്റ് ചെയ്ത് വെക്കുന്ന വീഡിയോസ്, പ്രൈവറ്റ് ആക്കി വെക്കുന്ന വീഡിയോസ്, അതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന വീഡിയോസ്, ഇതിൻ്റെ എല്ലാം വാച്ചവർ ഇവിടെ മൈനസ് ആയി പോകും. നിങ്ങളുടെ ഈ 4000 വാച്ചവർ പോലും ചിലപ്പോൾ കുറഞ്ഞു പോയെന്ന് വരാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം വീഡിയോസ് പബ്ലിക്കാക്കി വെച്ചിട്ടുണ്ടോ അതിൻ്റെ വാച്ചവർ മാത്രമേ യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതും ഈ ലോങ് വീഡിയോസിൻ്റെയും അതുപോലെ നിങ്ങളുടെ ലൈവിൻ്റെയും. അതുപോലെ ചില ആളുകൾ ഗൂഗിൾ ആഡ്സിലൂടെ അവരുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഗൂഗിൾ ആഡ്സിലൂടെ പ്രൊമോട്ട് ചെയ്താലും നമുക്ക് അവിടെ വാച്ചവർ കിട്ടാറുമുണ്ട്. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന വാച്ചവറും യൂട്യൂബിൽ മോണിറ്റൈസേഷന് വേണ്ടി കൗണ്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൻ്റെ വാച്ചവറും യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനാലിറ്റിക്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ കാണിക്കാറുണ്ട്. ഇത് അവിടെ കാണിക്കാൻ കാരണം നമ്മുടെ ആ ഷോർട്ട് വീഡിയോ എങ്ങനെ പെർഫോം ചെയ്തു, ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്സിൻ്റെ വാച്ചവർ അവിടെ കാണിക്കുന്നത്. അല്ലാതെ ഈ ഷോർട്സിൻ്റെ വാച്ചവറും യൂട്യൂബിൽ മോണിറ്റൈസേഷന് വേണ്ടി കൗണ്ട് ചെയ്യാറില്ല. ഇവിടെ ഒരുപാട് ആളുകൾ കൺഫ്യൂസ് ആകാറുണ്ട്. അവർ ലോങ് വീഡിയോസും ഷോർട്സും ലൈവും ഒക്കെ ചെയ്യാറുണ്ടായിരിക്കും. അവരുടെ വാച്ചവർ ചെക്ക് ചെയ്യുന്നത് ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ ഹോം സ്ക്രീനിൽ തന്നെ ഇവിടെ ഈ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു വാച്ചവർ ആയിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോ ദിവസവും ചെക്ക് ചെയ്യുമ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ വാച്ചവർ കുറഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ ഇന്നലെ വരെ 2000 വാച്ചവർ ഉണ്ടായിരുന്നു, ഇന്ന് നോക്കുമ്പോൾ 1500 വാച്ചവറേ ഉള്ളൂ. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അല്ല നിങ്ങളുടെ ശരിക്കുള്ള മോണിറ്റൈസേഷൻ വേണ്ടുന്ന വാച്ചവർ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഏറ്റവും താഴെയായിട്ട് ഏൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ഏൺ സെക്ഷനിലാണ് നിങ്ങളുടെ ഈ കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കുന്ന മോണിറ്റൈസേഷന് വേണ്ടുന്ന നിങ്ങളുടെ വാച്ചവർ കാണിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ വാച്ചവർ ചെക്ക് ചെയ്യേണ്ടത്. ഈ ഹോം സ്ക്രീനിൽ കാണിക്കുന്ന ഈ വാച്ചവറിൽ എന്താണ് പ്രശ്നം അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കാണിച്ചിരിക്കുന്ന വാച്ചവർ എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോയുടെയും ലൈവിൻ്റെയും അതുപോലെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെയും കൂടെ വാച്ചവർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാച്ചവർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയുടെ വാച്ചവർ നമ്മുടെ മോണിറ്റൈസേഷൻ വേണ്ടി കൗണ്ട് ചെയ്യത്തില്ല. ഇതാണ് ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുകളിലേക്ക് നോക്കിയേ, ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാച്ചവറാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഈ 28 ദിവസത്തിന് മുമ്പുള്ള ആ ഒരു ദിവസത്തെ വാച്ചവർ ഇതിൽ നിന്ന് മൈനസ് ആയി പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് കുറേ വാച്ചവർ, ഒരു 500 വാച്ചവർ ചിലപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് മൈനസ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ എൻ്റെ വാച്ചവർ എവിടെ പോയി. ഈ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല നിങ്ങൾക്ക് ശരിക്കും മോണിറ്റൈസേഷൻ വേണ്ടുന്ന വാച്ചവർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ ഏൺ സെക്ഷനിലാണ്. ഇവിടെ നോക്കി, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാലിഡ് പബ്ലിക് വാച്ചവേഴ്സ്. ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോയുടെയും നിങ്ങളുടെ ലൈവിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ വാച്ചവേഴ്സ് ആണിത്. ഇവിടെയാണ് ഇനി മുതൽ നിങ്ങൾ വാച്ചവേഴ്സ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ
വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഏൺ സെക്ഷനിലും പലർക്കും മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ 365 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ 4000 വാച്ച് അവേഴ്സ് കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഈ വാച്ച് അവർ അവിടെ നഷ്ടപ്പെട്ടു പോകും, വീണ്ടും നമുക്ക് ഫ്രഷ് ആയിട്ട് വാച്ച് അവർ കൂട്ടണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏൺ സെക്ഷനിൽ കയറി അവിടെ വാച്ച് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന വാച്ച് അവർ എന്ന് പറയുന്നത് ഇന്ന് തൊട്ട് പുറകോട്ട് 365 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാച്ച് അവറാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഈ 365 ദിവസത്തിന് പുറകിലുള്ള ആ ഒരു ദിവസത്തെ വാച്ച് അവർ അവിടെ മൈനസായി പോകും. അതുപോലെ നമ്മൾ ഈ മുന്നോട്ട് പോയിട്ടുള്ള ആ ഒരു ദിവസം അവിടെ കൂടുകയും ചെയ്യും. അല്ലാതെ ഈ ഒരു വർഷത്തെ കംപ്ലീറ്റ് വാച്ച് അവറും അവിടെ ഒരിക്കലും മൈനസായി പോകത്തില്ല. അതായത് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ 365 ദിവസത്തിന് പുറകിലുള്ള ഒരു ദിവസം അവിടെ കുറയുകയും മുന്നോട്ട് പോകുന്ന ആ ഒരു ദിവസം അവിടെ കൂടുകയും ചെയ്യും. ഈ രീതിയിലാണ് വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരും ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലരൊരു ബുദ്ധി ഉപയോഗിക്കും. അതായത് അവർ മറ്റുള്ളവരുടെ വൈറലായിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കോപ്പി അടിച്ച് അവരുടെ ചാനലിലിടും. അപ്പോൾ അതിന് നന്നായിട്ട് വ്യൂസും വാച്ച് അവറും ഒക്കെ കൂട്ടിയെടുത്തതിന് ശേഷം പിന്നെ അവർ സ്വന്തമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. എന്നിട്ട് അവർ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യും. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബ് ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാച്ച് അവർ കിട്ടിയിട്ടുള്ള ആ ഒരു വീഡിയോസിനെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ വീഡിയോസോ അതെന്ന് പറയുന്ന കോപ്പി പേസ്റ്റ് വീഡിയോസ്, അവിടെ യൂട്യൂബ് നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് തരും. അവസാനം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാച്ച് അവറും അവിടെ കുറഞ്ഞതുപോലെ അങ്ങ് പോകും. നിങ്ങളുടെ മോണിറ്റൈസേഷൻ്റെ ആ എലിജിബിലിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ വാച്ച് അവറിനെ കുറിച്ചുള്ള മാക്സിമം തെറ്റിദ്ധാരണകൾ ഞാനിവിടെ ഈ വീഡിയോയിലൂടെ ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് അവർ കൂട്ടി മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ലൈവ് ചെയ്യുക. ലൈവ് ചെയ്ത് മാത്രം മോണിറ്റൈസ് ആക്കി ഫുൾ മോണിറ്റൈസേഷൻ ആക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ലൈവ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളും ലൈവ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. അത് ഫസ്റ്റ് ടൈം ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറത്തെ സമയമെടുക്കും ആ ലൈവ് സ്റ്റാർട്ട് ആകാനായിട്ട്. അതിനുശേഷം നിങ്ങളും ലൈവ് ചെയ്ത് തുടങ്ങുക. പറ്റുമെങ്കിൽ നിങ്ങളും ഫേസ് ലൈവ് തന്നെ ചെയ്യുക. കാരണം ഫേസ് ലൈവ് മാത്രം ചെയ്ത് വാച്ച് അവറും കൂട്ടി സബ്സ്ക്രൈബേഴ്സും കൂട്ടി മോണിറ്റൈസ് ആയി എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂട്ടാനായിട്ട് നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാനിവിടെ ഒന്നുകൂടി പറയുകയാണ്. കാരണം ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് വരുന്നതാണ്, അവർ പഴയ വീഡിയോസ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ കൂടിപ്പോയ 12 സെക്കൻഡ് ഇതിനുള്ളിലുള്ള ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഷോർട്ട് വീഡിയോ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ തുടക്ക സമയത്ത് നല്ല ഹുക്കൊക്കെ കൊടുത്ത് വേണം നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഉള്ള ചെറിയ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്കിപ്പ് അവർ റേറ്റ് കുറയും. ആളുകൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യത്തില്ല. കാരണം തുടക്ക സമയത്ത് തന്നെ നല്ല ഹുക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് വീഡിയോ ആണ്, അപ്പോൾ അവിടെ ഓഡിയൻസ് റിട്ടൻഷൻ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കുകയും നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസും കിട്ടും, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും അവിടെ കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. അതായത് നിങ്ങൾ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, അതുപോലെ റെഗുലർ നിങ്ങൾ ലൈവ് ചെയ്യാൻ നോക്കുക. ഈ രീതിയിൽ ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവർ പെട്ടെന്ന് കൂട്ടി അതുപോലെ സബ്സ്ക്രൈബേഴ്സും പെട്ടെന്ന് കൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.